എന്ത് പറ്റി ദേവസ? ഇന്നെല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞല്ലോ. എന്നോടുള്ള ഇൻട്രസ്റ്റ് എല്ലാം ആവിയായി പോയോ? ഒരേ ഫുഡ് ദിവസം കഴിച്ചാൽ നമുക്ക് ബോറടിക്കില്ലേ? എന്നോട് നിനക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയില്ലേ? ഇത് മാത്രമല്ല, എന്തും ചെയ്യും. എന്തു പറ്റി ദേവ് സാർ? ഇന്ന് കാര്യങ്ങളൊക്കെ വേഗത്തിൽ കഴിഞ്ഞല്ലോ. എന്നോടുള്ള ഇൻട്രസ്റ്റ് എല്ലാം ആവിയായി പോയോ? നിന്റെ ഈ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ മരിച്ചുപോയതിന്റെ മുത്തശ്ശൻ പോലും എഴുന്നേറ്റ് വരും. എന്നിട്ട് ഇൻട്രസ്റ്റ് കഴിഞ്ഞു പോയെന്നോ? ഓ, അങ്ങനെയാണോ? പക്ഷെ ചേച്ചി, ഈ ഹ്യൂമൻസിന് ഒരു നേച്ചർ ഉണ്ട്. ഒരേ ആഹാരം തന്നെ ദിവസവും കഴിച്ചാൽ നമുക്ക് ബോറടിക്കില്ലേ? അങ്ങനെയാണോ? അതായത് എന്നെ ഇപ്പൊ ബോറടിച്ചു തുടങ്ങിയെന്ന് അല്ലേ? അതങ്ങനെയല്ല ചേച്ചി, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് ഈ ടേസ്റ്റ് അങ്ങോട്ട് വിട്ട് കളയാൻ പറ്റുന്നില്ല. എനിക്ക് സഹോദരി ഇല്ലാതായി പോയി. ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ കെട്ടിച്ചു തരായിരുന്നു. പക്ഷെ എനിക്ക് ഒരാളുണ്ടല്ലോ. അവളെ കൊണ്ടാണെങ്കിൽ ഒരു ഉപകാരമില്ല. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് വളർത്തിയെടുക്കണം. അതിന് ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് നടക്കും. അങ്ങനെയാണോ? ആരാത്? ജിയ. ഓ, അവളോ? അജയുടെ ആന്റിയുടെ മോള്. അവളെ ടൈറ്റ് ലെഗിൻസും ടോപ്പൊക്കെ ഇട്ടുണ്ട് വന്നാണ്ടല്ലോ ചേച്ചി. എന്തൊരു സെക്സിയാണെന്ന് അറിയോ? അവളെന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളതാ. അജയ് എന്നും എനിക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്. എന്നാലും നിന്നെ സപ്പോർട്ട് ചെയ്താ എനിക്കെന്ത് ലാഭം ഉണ്ടാവുക? നീ അവളെ കൊണ്ട് ഓടിപ്പോവില്ലേ? ഇല്ല ചേച്ചി, ഈ ഒരു തവണ എന്നൊന്ന് സഹായിക്കേ. പിന്നെ ചേച്ചിയുടെ ടേസ്റ്റ് അങ്ങ് ചേഞ്ച് ആയിക്കോളും. എന്നെ പോലുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഞാൻ ചേച്ചിക്ക് അങ്ങ് തരും. പ്ലീസ് ചേച്ചി, എനിക്ക് വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്തേ. ഇത് കൊള്ളാലോ. എനിക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നോ? എന്താ നമ്പറല്ലേ ചോദിച്ചത്? ഇത്ര പെട്ടെന്ന് കോളും വന്നോ? ഹലോ. ഹലോ ചേച്ചി. ഞാൻ ആലോചിച്ചപ്പോ ദിവസം നീ എനിക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ വിളിക്കാന്ന് കരുതി. രാവിലെ കണ്ടില്ലല്ലോ. ചേച്ചി എന്നെ ശ്രദ്ധിക്കാറൊക്കെ ഉണ്ടോ? പിന്നെ അല്ലാതെ, ശ്രദ്ധിക്കാതിരിക്കോ? അല്ല ചേച്ചി, ഇത് വെറുതെ പ്രാങ്കൊന്നുമല്ലല്ലോ. വിശ്വാസമില്ലല്ലേ? പുറത്തു വന്ന് നോക്ക്. ഞാനിപ്പോ ടെറസിൽ തന്നെ നിൽക്കുവാണ്.
അതൊന്നും നടക്കില്ല ചെറിയച്ചാ. ദീപകിനെ അങ്ങോട്ട് അയക്കാൻ പറ്റില്ല. അവന് കോളേജിൽ പോകാനുള്ളതല്ലേ. എന്തായാലും ചേച്ചി ഡ്രാമ കളിക്കാന്നാ തോന്നേ. ഒരു കാര്യം ചെയ്യ്, ചെറിയച്ചൻ ഇങ്ങോട്ട് വാ. അതല്ലേ നല്ലത്. ചെറിയച്ചാ, എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ശരി 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 ചേച്ചി, ഞാൻ വന്നോളാം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യും. വരണം. ഓക്കെ. രാവിലെ തന്നെ എന്തായാലും നല്ല കണിയാ കണ്ടത്. അടിപൊളിയായിട്ടുണ്ട്. ആ ചേച്ചി, ഇന്ന് എന്റെ ദിവസം അടിപൊളിയായിരിക്കും. എന്താ കാര്യം? സന്തോഷമുള്ള കാര്യമാണ് തോന്നുന്നു. ഏതാ ചേച്ചി? ചേച്ചിയോ? ചേച്ചി ഒന്നുമില്ല. ഞാൻ ചാവിയെ കുറിച്ച് സംസാരിച്ചതാ. നമ്മുടെ വിവേകേട്ടനില്ലേ, പുതിയ സ്പോർട്സ് ബൈക്ക് വാങ്ങി. അതിലൊന്ന് റൗണ്ട് പോകാൻ ചാവി ചോദിക്കായിരുന്നു ഞാൻ. ഞാൻ പോയിട്ട് വരട്ടെ. ഒരു മിനിറ്റ്, എന്നൊന്ന് എടുക്കാൻ പറ്റുമോ? എനിക്ക് ഈ ഫാനൊന്ന് ക്ലീൻ ചെയ്യാനാ. നിനക്കിതിന് മോളിൽ കയറിയാ പോരെ? അല്ല, ഇന്നലെ കയറിയപ്പോ ഞാൻ വീഴാൻ പോയി. അമ്മയച്ഛനും ഇവിടെ ഇല്ലല്ലോ. ഞാൻ വീണ്ടും വീണുപോയാ നിനക്കുള്ള ഫുഡ് ആരുണ്ടാക്കും? ശരി, കേറിക്കോ. ഒരു മിനിറ്റ്. ശരി, വാ, പിടിക്ക്. വേഗം ആവട്ടെ. ശരി. പതുക്കെ വീഴാതെ നോക്കണേ. പതുക്കെ പതുക്കെ, കുറച്ചും കൂടി പൊക്ക്. ഈശ്വര, ഇത്രയും സുന്ദരിയായ പെണ്ണ് വെല്ലിച്ചന്റെ മകളായത് കഷ്ടമായി പോയി. സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും, അത് പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കൊള്ളാലോ. നട്ടുച്ച സമയത്ത് ഇതുപോലൊക്കെ ഒരുങ്ങി എങ്ങോട്ടാ? നിന്നോട് എങ്ങനെ പറയാനാ തൊട്ടടുത്ത വീട്ടിലേക്കാ പോകുന്നേന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് കുളിര് കോരാ. ഒന്ന് പറയേ. സുഖമല്ലേ ചേച്ചി? ഒരുപാട് സുഖമാ. അകത്തേക്ക് വാ. വന്നോളൂ, ഇവിടെ ഇരുന്നോളൂ. അല്ല ചേച്ചി, ഞാൻ ഇത്ര അടുത്ത ചേച്ചിയെ ആദ്യമായിട്ടാ കാണുന്നത്. അതിനിപ്പോ എന്താ, കാത്തിരിപ്പിന് നല്ലൊരു ഫലം കിട്ടിയില്ലേ. അവിടെ ഇരിക്കേ, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഇതാ കുടിക്കേ. വാങ്ങി കുടിക്കേ. അല്ല ചേച്ചി, എന്നെ ഇങ്ങോട്ടേക്ക് എന്തിനാ വിളിച്ചു വരുത്തിയത്? അത് ഞാൻ കേട്ടിരുന്നു നിനക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാന്ന്. അത് പിന്നെ ചെറുതായിട്ടൊക്കെ കളിക്കുന്നൊക്കെ ഉള്ളൂ. കാര്യം എന്താണെന്നറിയോ, എൻ്റെ ചെറിയമ്മയുടെ മോളുടെ കല്യാണമാണ്. 3-4 സ്റ്റെപ്പ് എനിക്കും കൂടി ഒന്ന് പഠിപ്പിച്ചു തരുമോ? പ്ലീസ് ഒന്ന് പഠിപ്പിക്കോ? ചേച്ചി, തീർച്ചയായിട്ടും പഠിപ്പിക്കാം. ഉറപ്പായിട്ടും പഠിപ്പിക്കുമല്ലോ. ഓക്കെ. അങ്ങനെയല്ല, ദേ കൈ ഇങ്ങനെ.
ഇത് രണ്ടാമത്തെ. ഉം. എന്തുപറ്റി? ആദ്യമായിട്ടാണോ ഒരു പെണ്ണിനെ ടച്ച് ചെയ്യുന്നത്? അതെ. എന്നാ ബാക്കി ചെയ്താലോ? ആരേ വിളിക്കുന്നത്? ഹലോ. ഒന്ന് വാട്സാപ്പ് ചെക്ക് ചെയ്യണം മോനെ. ഇന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ എന്നെ കൊണ്ട് കഷ്ടപ്പെടുത്തുന്ന എന്തിനാ? വല്ല മാഗി ഉണ്ടാക്കി കഴിക്കില്ലേ? ഇന്നാണെങ്കിൽ 9 മണിക്ക് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. എന്താണെന്ന് ചോദിക്കണം. അജയ്, അജയ്, നീ എന്ത് വട്ടായി കാണിക്കുന്നേ? മാറി. എന്തിനാ എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? എനിക്ക് 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 മരിക്കണം. എനിക്ക് ജീവിക്കണ്ട. എനിക്കിനി ജീവിക്കണ്ട. സോറി. എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് കാരണം പറയാൻ കഴിയില്ല. ഞാൻ ആരോടും പറയില്ല. എന്താ സംഭവിച്ചെന്ന് പറ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എന്ത് തെറ്റ്? നോക്ക്. ഇത് കൊള്ളല്ലോ. നിന്റെ ടാലന്റ് ഒക്കെ നീ പുറത്ത് കാണിച്ചോ. ഇതാ ദീപകിന്റെ ഏട്ടത്തിയല്ലേ? അല്ല, ഇതിനിപ്പോ എന്താ പ്രശ്നം? എന്റെ പൊന്നെ, ഈ വീഡിയോ ഉണ്ടാക്കിയ ഞാനല്ല. ഈ വീഡിയോ ദീപക് ഉണ്ടാക്കിയത്. അവൻ എന്നെ ഇപ്പൊ ബ്ലാക്ക്മെയിൽ ചെയ്യാ. എന്ന് വെച്ചാ? ഇത് കേട്ടു നോക്ക്. എന്ത് പറ്റി അജയ്? എന്റെ സർപ്രൈസ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഒരു കാര്യം ഞാൻ പറയാം. 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ഈ വീഡിയോ വിറ്റ് എനിക്ക് വേണ്ട കാശ് ഞാൻ ഉണ്ടാക്കും.
ഈ വീഡിയോ ഞാൻ വൈറലാക്കുകയും ചെയ്യും. ദേ നോക്ക് അജയ്, ഇവൻ വെറുതെ നിന്നെ പേടിപ്പിക്കുന്നതാ. ഈ വീഡിയോ ഇപ്പൊ വൈറലാക്കിയാലേ അവന്റെ കുടുംബം സഫർ ചെയ്യേണ്ടി വരില്ലേ? നീ ഇത് കാര്യാക്കണ്ട. നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യം. ഇത് കേട്ടു നോക്ക്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. എന്റെ ഏട്ടത്തി ഇതിലുള്ളത് കൊണ്ട് ഞാൻ വൈറലാക്കില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഇവരെന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ ഏട്ടന്റെ ജീവിതം പോലും നശിച്ചു പോകും. അവരെന്തായാലും ഡിവോഴ്സ് ആവേണ്ടവർ തന്നെയാ. അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നോട് ഈ കാശ് ചോദിക്കുന്നത്. ഇനി നീ എങ്ങനെ പോലീസിലേക്ക് പോയി കഴിഞ്ഞാ നീ തന്നെ ആവും ജയിലിലേക്ക് പോകുന്നത്. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നത് നീയല്ലേ? ഓ ഗോഡ്, ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നാണെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും തിരിച്ചു വരില്ലേ? ഇല്ല, ഞാൻ അതിന് മുമ്പ് തന്നെ മരിക്കും. ഇല്ലെങ്കിൽ അവൻ എന്നെ വെറുതെ വിടില്ല. വേണ്ട, സമാധാനിക്ക്. അജയ് നോക്ക്, ഞാൻ ദീപക്കുമായിട്ട് സംസാരിക്കാം. ഓൾ ദി ബെസ്റ്റ്. കാശെടുക്ക്. അല്ല, ഞാൻ എവിടുന്ന് ഇത്രയും കാശ് ഉണ്ടാക്കേണ്ടത്? പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? ചേട്ടാ പ്ലീസ് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യോ? നിങ്ങൾ രണ്ടാളും ഞാനൊരു പൊട്ടനാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ചേട്ടാ, ഞങ്ങൾ ഇത്രയും കാശിന് എവിടെ പോവാനാ? അതെന്റെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് നിനക്ക് ചിന്തിച്ചൂടായിരുന്നോ? ശരി, ഒരു വഴിയുണ്ട്. എന്ത് വഴിയാ? നിങ്ങൾക്ക് ആ 1 ലക്ഷം തരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വേറൊരു വഴി മാത്രമേ പറഞ്ഞുതരാൻ പറ്റൂ. എന്താ വഴി? രക്തത്തിനു പകരം രക്തം തന്നെടാ മോനെ. എന്ന് വെച്ചാ നീ ചെയ്തത് എന്താണോ അത് തന്നെ. എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നേ? എടാ, നിനക്ക് എങ്ങനെ ഈ ധൈര്യം വന്നടാ? മാറി നിക്കടാ. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഒന്നും ചെയ്യരുത്. കാശ് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. ഇനി എന്തായാലും നിങ്ങൾ കൂടുതൽ സമയം തരാൻ പറ്റില്ല. ഇന്ന് തന്നെ നിന്റെ വീഡിയോ ഞാൻ വൈറലാക്കോടാ. കണ്ടോ നീ? ഇത്രയും കാശിന് നമ്മളിപ്പോ എവിടെ പോവാനാ? ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും സംസാരിച്ചു നോക്കി. പക്ഷെ 50,000 രൂപ വരെ റെഡിയാക്കാൻ കഴിയുള്ളൂ. അവൻ ആ വീഡിയോ വൈറലാക്കട്ടെ. അതോടെ എല്ലാം കഴിയുമല്ലോ. ഇതെന്റെ വിധിയാണെന്ന് കരുതിക്കോളാം. നമ്മൾ ആരെ കൂടെ പോയാലും ശരി, അത് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ നമ്മൾ തെറ്റുകാരല്ല. ആ ദീപക്ക് ഇപ്പോ ഇത് ഉപയോഗിക്കാൻ നോക്കുവോ? പക്ഷെ അച്ഛനോടും അമ്മയോടും ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്കതിനുള്ള ധൈര്യം പോലും ഇല്ല. ഞാൻ ചിന്തിക്കുന്ന എന്താന്ന് വെച്ചാ, അവൻ പറഞ്ഞില്ലേ രക്തത്തിനു പകരം രക്തം തന്നെ വേണോന്ന്. നമുക്കെന്നാ ആ വഴിയൊന്ന് നോക്കിയാലോ? അങ്ങനെ ചെയ്ത അവൻ പിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരില്ലല്ലോ. നീ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി. ഞാനിത് വെറുപ്പിന്റെ പുറത്ത് ചെയ്യുവോ സ്നേഹത്തിന്റെ പുറത്ത് ചെയ്യുവോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ ഇത് ചെയ്തേ പറ്റൂ. അജയ്, അത് നിനക്ക് എന്നോട് ഇതൊക്കെ ചെയ്യാൻ കഴിയോ? ഇല്ല, എനിക്കിതൊന്നും ചെയ്യാനാവില്ല. നീ എന്റെ ചെറിയച്ഛന്റെ മകളാണ്. നീയുമായിട്ട് എനിക്കിതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. അജയ്, നീ ഈ നിമിഷത്തിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. പ്ലീസ് പറയേ, ചെയ്യാൻ പറ്റോ ഇല്ലയോ? ഇല്ല.
ചേട്ടാ കാശ് റെഡിയാക്കാൻ കഴിഞ്ഞില്ല. ദീപക് പറഞ്ഞതുപോലെ കുറച്ച് കാശ് മാറ്റിത്തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞതുപോലെ എന്ന് പറയുമ്പോ എന്താ അതിനർത്ഥം? അത് ഞങ്ങളോട് പറഞ്ഞില്ലേ, രക്തത്തിന് പകരം രക്തമെന്ന്. ഓ അതായിരുന്നോ? പറ്റില്ല. എന്തായാലും എനിക്ക് കാശ് തന്നെ വേണം. 50,000 രൂപ എന്ന് പറയുമ്പോ അതത്ര ചെറിയ കാശാണോ? അല്ലേ അജയ്? ചേട്ടാ നമുക്ക് 50,000 രൂപ സെറ്റിലാക്കാം. ബാക്കി കാശ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, നീ പറയുന്നുണ്ട് മാത്രം. പക്ഷേ അതിനൊക്കെ മുമ്പ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും എനിക്ക് കണ്ടീഷൻസ് വെക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അത് നടക്കില്ല. നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് ബോറടിക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ, ബാക്കി നമുക്ക് സെറ്റിൽ ചെയ്താലോ? അജയ് പൊയ്ക്കോളൂ, ഞാൻ വിളിച്ചോളാം. ചെല്ല്. മാഡം, ഇവിടെ വെച്ച് സെറ്റിൽ ചെയ്യുന്നോ അതോ ബെഡ്റൂമിലേക്ക് പോകണോ? വായോ. കല്യാണമൊക്കെ നടക്കാൻ പോവാണെന്ന് അറിഞ്ഞോ? ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തുകൂടെ? നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ടൊന്ന് ആസ്വദിച്ചിട്ട് പോരെ? നാറി. ഹലോ, നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതല്ലേ? ആ വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാനാ, റിക്കവർ ആയി പോയി. ഇപ്പൊ നിനക്ക് എന്ത് വേണം? നിനക്ക് എന്ത് തരാൻ പറ്റുമെന്ന് പറ. വീട്ടിലാരും ഇല്ലാത്ത സമയം എന്നോട് പറഞ്ഞാ മതി. ആയിക്കോട്ടെ. അജയ് വന്നില്ലേ? ഇല്ല, അവൻ വന്നില്ല. അതന്നെയാ നല്ലത്. ഞാൻ ഇവനെ വിശ്വസിച്ചു, എന്നിട്ട് അവൻ വീണ്ടും ബ്ലാക്ക്മെയിൽ ചെയ്തില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒന്നും സംഭവിക്കില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ ബാക്കി നോക്കിക്കോളാം.